എം.എൽ.എ. കെ.ഡി. പ്രസേനന്റെ 25 ലക്ഷം രൂപയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിച്ച കിഴക്കേത്തറ മല്ലങ്ങോട്ട് പറമ്പ് റോഡിന്റെ ഉദ്ഘാടനവും മേതാംകോട് പാലമുക്ക് റോഡിന്റെ 50 ലക്ഷം രൂപ ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനവും നിർവഹിച്ചു. ഉദ്ഘാടനം എം.എൽ.എ. നിർവഹിച്ചു. പഞ്ചായത്ത് റോഡുകൾ, ഗ്രാമീണ റോഡുകൾ നവീകരിക്കുക ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ച് അസാധ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷം രൂപപ്പെട്ടു. ആ ഘട്ടത്തിലാണ് സർക്കാരും മറ്റെല്ലാ തലത്തിലുമുള്ള ജനപ്രതിനിധികളും എല്ലാ സോഴ്സുകളും ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് വേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന തീരുമാനം കൈക്കൊണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എം.എൽ.എമാർക്ക് അനുവദിക്കുന്ന ബജറ്റ് വിഹിതം അത് ഏറെക്കുറെ ഒരു വർഷം 10 കോടിയോളം രൂപയാണ് സാധാരണ നിലയ്ക്ക് അനുവദിക്കുക. കോവിഡും പ്രളയമൊക്കെ വന്നപ്പോൾ അതിൽ വല്ലാതെ വെട്ടിക്കുറവ് വരുത്തേണ്ടിയും വന്നിട്ടുണ്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും എം.എൽ.എമാർ നിർദ്ദേശിക്കുന്ന റോഡുകൾക്ക് ഒരു വിഹിതം അനുവദിക്കാറുണ്ട്. അതുപോലെ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ട്. അപ്പോൾ എം.എൽ.എ മുഖാന്തരം ലഭ്യമാകുന്ന വിവിധ തലത്തിലുള്ള ഫണ്ടുകളിലെ പ്രധാന ഭാഗം മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ്. സന്തോഷ്, ബ്ലോക്ക് മെമ്പർ സുബിത മുരളീധരൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ കെ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. എൽ. രമേശ്, മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷക്കീർ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ ഗീത ജയശീലൻ സ്വാഗതവും സജിനി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.